ജയ് കിസാൻ. ഇന്ന് ജവാൻ കൃഷിപ്പണി ചെയ്യും. ടോമി ടാങ് എന്ന കിളയ്ക്കാൻ തുടങ്ങിക്കോളൂ. മേജർ ഭൂമിയിൽ തോക്കുകൊണ്ട് വിത്ത് നടും. മേജർ സാർ, ചെറിയ പ്രായം തൊട്ടേ എനിക്കും കൃഷിയോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ഞാനും കൂടെ കൃഷി ചെയ്തോട്ടെ? എടാ എന്റെ ചക്കരക്കുട്ട പോലെ, അതിന് നിന്റെ ബാല്യം നിന്നെ വിട്ടു പോയിട്ടില്ലല്ലോ. വേഗം തൂമ്പ എടുക്ക്, എന്നിട്ട് കിളയ്ക്കാൻ നോക്ക്. എന്താ മേജർ സാറേ, പെർമിഷൻ ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായും. നിങ്ങൾ രണ്ടുപേരും കൃഷിക്കാരെ പോലെയല്ലേ വേഷമണിഞ്ഞിരിക്കുന്നത്. പോലെ നീ മഴുവെടുക്കൂ, പിന്നെ ഗുരു നീ പൈപ്പ് എടുക്ക്, എന്നിട്ട് തറ നനയ്ക്ക്. ഡിങ്കിലല്ല ഓ ലല്ലല്ല ഡിങ്കിലല്ല, ഡിങ്കിലങ്ക ഓ ലല്ലല്ല ഡിങ്കിലങ്ക. ജവാൻ, ഒരു സ്ഥലത്ത് മാത്രം വെള്ളം നനയ്ക്കാതെ മുഴുവനും നനയ്ക്ക്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. കച്ച് കച്ച് കേട്ട് ഓർമ്മ വന്നു. Bum machikam bum machikam bum machikam bum chika bum bum machikam bum machikam bum machikam bum chika bum. अरे वाह भोले. अरे भंग चक्कर झिंग चक्कर भंग चक्कर झिंग चक्कर. എന്റെ പൊന്നു പോലെ, ഇത് സത്യമാണോ? നീ മനുഷ്യനാണോ അതോ ട്രാക്ടർ ആണോ? ഇവിടെ മുഴുവൻ കിളച്ചു അല്ലേ? എന്റെ പൊന്നു മേജർ സാറേ, അങ്ങ് ഇത് കണ്ടോ? എടാ എന്റെ പൊന്നു പോലെ കുട്ടാ, എന്നാൽ ഈ അതിക്രമം വേണ്ടായിരുന്നു. മേജർ സാറിന് ഒരു മണൽ ലോറി പോലെ ആക്കിയല്ലോടാ നീ. ജവാന്മാരെ, ഉടൻ തന്നെ എന്നെ വൃത്തിയാക്കൂ. ഇല്ലെങ്കിൽ നിങ്ങളെ ഈ സുൽത്താൻ നഗറിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റും ഞാൻ. എന്റെ പൊന്നു മേജർ സാറേ, അവൻ ചെയ്തത് മറന്നേക്കാം. ഞാൻ ഇപ്പൊ തന്നെ നിങ്ങളെ ക്ലീൻ ആക്കാം. ഇന്നാ പിടിച്ചോ. രണ്ടുപേരും ഉടൻ തന്നെ ഇവിടുന്ന് സ്ഥലം വിടണം. എന്നിട്ട് ഉടൻ തന്നെ എനിക്ക് പുതിയ വിത്ത് കൊണ്ടുവരൂ. അതുവരെ എനിക്ക് നിങ്ങളെ കാണണ്ട. എന്നാ ആയിക്കോട്ടെ മേജർ സാറേ, ഞങ്ങൾ 2 മിനിറ്റിൽ പോയിട്ട് വെറും 5 മിനിറ്റിൽ തിരിച്ചു വന്നേക്കാം. ആൽബർട്ടോയുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇവിടെ ഈ കാണുന്നതെല്ലാം എന്റെ മുത്തശ്ശന്റെ അമൂല്യ ശേഖരങ്ങളാണ്. ആൽബർട്ടോ ബായി, നിന്റെ ഈ വർത്താനം ഒന്ന് നിർത്ത്. ഞങ്ങൾക്ക് വേണം പുതിയ വിത്ത്. ആൽബർട്ടോയുടെ വീട്ടിൽ ലോകത്തുള്ള സകല സാധനങ്ങളും കുന്നുകൂടി കിടപ്പുണ്ട്. നിങ്ങളുമായി എനിക്ക് ഒരു കച്ചവടവും ഇല്ല. എന്നെ തനിച്ച് വിട്ടേക്ക്, കേട്ടോ? വാടാ എന്റെ പോലെ കുട്ടാ, വിത്തിന്റെ പെട്ടി നമുക്ക് തന്നെ കിട്ടി. കണ്ടോ എന്റെ മസില്? ആ ഗുരുവും പോലെയും എനിക്ക് ഒരുപാട് പണിതോ. ആ പണിക്കെല്ലാം പണി തിരിച്ചു കൊടുക്കാനുള്ള സമയം ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആശാനെ, വ്യായാമം ചെയ്താൽ തല്ലുവാങ്ങാനുള്ള ആരോഗ്യം അങ്ങേക്ക് കുറെ കൂടെ കിട്ടും. ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഫിറ്റ്നസിന് വേണ്ടിയല്ല, മറ്റുള്ളവരുടെ ഫിറ്റിംഗ്സ് എല്ലാം ഇളക്കാൻ വേണ്ടിയാണ്. എപ്പോഴും തല്ലുകൊള്ളു. ഗുരു കണ്ടോ, റോഡിൽ ഒരു പുതിയ ജിം തുടങ്ങിയിട്ടുണ്ട്. ഞാനും പോയി എക്സസൈസ് ചെയ്യട്ടെ. നിക്കടാ പോലെ. നിന്റെ കയ്യിൽ വച്ചിരിക്കുന്ന ഈ സാധനം എന്താണ്? ഒരു പക്ഷേ ഇതായിരിക്കുമോ നിന്റെ പാട്ടിന്റെ രഹസ്യം? എന്റെ ഗുരു ബ്രോ, ഇതെനിക്ക് തന്നെ മതിയാകോ. ഇതിവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. എടാ മരങ്ങോടാ എംജെ, ഇത് നിന്നെ പോലത്തെ കുരങ്ങൻ വെച്ച് കളിക്കുന്ന കളിപ്പാട്ട അല്ല. ഇത് മേജർ സാറിന് കൊടുക്കാനുള്ളതാണ്. ഇതെനിക്ക് തന്നേക്ക്. കൊരങ്ങ, ഇത് എന്റേതാണ്.
പറഞ്ഞ അനുസരിക്ക് പെട്ടിന്ന് കൈയെടുക്ക്. കൊള്ളാലോ ഗുരു, ഈ വള്ളികൾ അങ്ങയുടെ കയ്യിൽ നിന്ന് ആശീർവാദം മേടിക്കാതാ തോന്നുന്നേ. എടാ എന്റെ ചക്കര കുട്ട പോലെ, ഈ വള്ളികൾ എന്നെ പിടിച്ച് ഞെരുക്കുകണ്ട, ഒന്ന് രക്ഷിക്ക്. അസിസ്റ്റന്റ്, എന്നെ വന്ന് രക്ഷിക്കൂ. രക്ഷിക്കട്ടെ. എടാ എം ജെ, ഇത് കളിക്കാനുള്ള സാധനം അല്ലടാ. എനിക്ക് തോന്നുന്നു ഇത് സാധാരണ വിത്തല്ലടാ. ആപത്താണ്, ആപത്ത്. ഇതിനെ എവിടെയെങ്കിലും സുരക്ഷിതമായി വെച്ചേ മതിയാവൂ. ഗുരു, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഞാൻ ഈ വിത്തുകളെ കൊണ്ടുപോയി ആരുമില്ലാത്ത സ്ഥലത്ത് ആരും അറിയാതെ നശിപ്പിച്ചേക്കാം. അതെ ഗുരു, എം ജെക്ക് ബോക്സ് കൊടുത്തേക്ക്. ഗുരു ബോലെ, നിങ്ങൾ ഒന്നും ആലോചിക്കണ്ട, നേരെ വീട്ടിലേക്ക് ചെല്ലോ. ഒരിക്കലും ഇല്ല മൈക്കൽ ലാൽ, ഇത് ഞാൻ നിനക്ക് തരത്തുമില്ല. നിന്നെ ഒരിക്കലും ഞാൻ വിശ്വസിക്കത്തുമില്ല. നിന്നെ വിശ്വസിക്കുന്നവൻ തീർച്ചയായും ഒരു മരമണ്ടനായിരിക്കും, മനസ്സിലായോ? എടാ നിക്ക്. എടാ പോലെ, നമുക്കുള്ള പണി അതാ. മുമ്പേ ഓടുന്നു, ഓടി വാ. ഓ എന്റെ ആശാനെ, ഇത് എന്തുവാ? ഞാൻ കരുതിയത് ആശാൻ ഇതൊക്കെ നശിപ്പിക്കാൻ പോവാന്നാ. ഈ വിത്തുകളെല്ലാം ഞാൻ സുൽത്താൻ നഗർ മുഴുവൻ വിതറാൻ പോവുകയാണ്. ഇതിൽ നിന്നും പുറപ്പെടുന്ന വള്ളികൾ എല്ലാരെയും കെട്ടിക്കിട്ടും. അത് സംഭവിച്ചാൽ എല്ലാവർക്കുമായി ഞാൻ എന്റെ പാട്ടുകൾ പാടാം. ഈ വിത്തുകൾ സുൽത്താൻ നഗർ വാസികൾക്ക് പറഞ്ഞു കൊടുക്കും. റോളി, ഇന്ന് നമ്മുടെ ബിസിനസ് അടിപൊളിയായിരിക്കുമെന്നാ തോന്നുന്നത്. ഇന്ന് നമ്മളുടെ ഫേമസ് ആയ ഡിഷ് പനീർ ചില്ലി. ജീരകോലച്ച എന്റെ പപ്പടം ഉണങ്ങി കിട്ടുമല്ലോ. അയ്യോ, എന്റെ പപ്പടം പോയേ. ഞാനെന്താ പോയേ? എന്താ ഇത്? എനിക്ക് മാത്രം എന്താ എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത്? ഗുരു പോലെ ജവാന്മാരെ, എന്നെ രക്ഷിക്കൂ. പക്ഷേ അതിനു മുൻപ് എന്റെ സുൽത്താൻ നഗറിനെ രക്ഷിക്കൂ. പോകൂ. എടാ, ഈ വിത്ത് എത്ര വലിയ ആപത്തായെന്ന് കണ്ടോടാ പോലെ. ഹായ് പോലെ. പോലെ ഞാൻ പറന്നോണ്ടിരിക്കണ്ട. ഗുരു, എന്തെങ്കിലും ചെയ്യൂ, അല്ലെങ്കിൽ ഈ സുൽത്താൻ നഗർ ഈ വലിയ വള്ളികൾ കാരണം അവസാനം തവിടുപൊടിയായി പോകും. ഇനിയിപ്പോ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ആ തക് ദിൻ താളം കൊട്ടി പാടി ഗുരു പോലെ നാട്യം ആടി.
देख तो जरा ओ देख देख भोले देख देख भोले ओ भोले देख देख भोले देख अरे देख इसके हरे हरे रंग पे न जा इसके ताजे ताजे पत्तों पे ना जा इसके हरे हरे रंग पे न जा इसके ताजे ताजे पत्तों पे ना जा भोले बेल पकड़ सारे सूरदाल को इन्होंने लिया जकड़ भोले बेल पकड़ सारे सूरदाल को इन्होंने लिया जकड़ हाय ओ हा रूट तक जाके तू सीड तो निकाल दे रूट तक जाके तू सीड भी निकाल दे क्रीपरों को दे दिखा दो अपना कमाल दे भोले बेल पकड़ सारे सूरताल को इन्होंने लिया जकड़ भोले बेल पकड़ सारे सूरताल को इन्होंने लिया जकड़ भोले എന്തായാലും കലക്കി എന്റെ പോലെ സുൽത്താൻ നഗറിലെ ജനങ്ങളെല്ലാം ബന്ദികളാക്കി വെച്ചു ആ ഭീകര വള്ളി അതിനെ തല്ലി ഞങ്ങളെല്ലാം രക്ഷിച്ച നീയാണ് മഹാബലി. ഗുരു, നിങ്ങളുടെ സംഗീതത്തിന്റെ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ആയത് ഈ സുൽത്താൻ നഗറിന്റെ മഹാബലി.